ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 9 ഹൗ മച്ച് ഓഫ് 100. ഇതിൻ്റെ പാർട്ട് 7 ആണ്. പേജ് നമ്പർ 146ലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, there are 750 children in a school and 450 of them are girls. What is the percent of girl? ഒരു സ്കൂളിൽ 750 ചിൽഡ്രൻ ഉണ്ട്, അതിൽ 450 ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസ് എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ഈക്വൽ 750. നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ 450. പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഈക്വൽ നമ്പർ ഓഫ് ഗേൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻറ്റു 100. നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 450 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 750 ഇൻറ്റു 100. ഇതിൽ 450 ഒരു സീറോയും 750 ഒരു സീറോയും വെട്ടിപ്പോകും. അപ്പോൾ ആൻസർ 45/75 ഇൻറ്റു 100. ഇതല്ല ആൻസർ. ഇനി അത് വെട്ടിപ്പോകും. ഇനി 45ഉം 75ഉം ഏത് ടേബിളിൽ വരും? 5ൻ്റെ ടേബിൾ വരും. അപ്പോൾ 5 കൊണ്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. 9 5s are 45. ഇപ്പോൾ 45 വെട്ടിയിട്ട് അവിടെ 9 എഴുതുക. 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പോൾ 75 വെട്ടി അവിടെ 15 എഴുതുക. അപ്പോൾ അതെടുത്ത് എഴുതുമ്പോൾ 9/15 ഇൻറ്റു 100. ഇതിൽ 9ഉം 15ഉം 3യുടെ ടേബിളിൽ വരും. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 3s are 9. 9നെ വെട്ടി നമുക്കവിടെ 3 എഴുതാം. 15 അല്ലേ? 5 3s are 15. അപ്പോൾ 15നെ വെട്ടിയിട്ട് അവിടെ നമുക്ക് 5 എഴുതാം. ഇനി എടുത്തെഴുതുമ്പോൾ 3/5 ഇൻറ്റു 100. ഇതിൽ 100ഉം 5ഉം 5ൻ്റെ ടേബിളിൽ വരും അല്ലേ? 1 5 is 5. അപ്പോൾ 5നെ വെട്ടി നമുക്ക് 1 എഴുതാം. ഇനി 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 20 എന്ന് കിട്ടും. അപ്പോൾ 100 വെട്ടി 20 എഴുതുക. ഇനി ഇവിടെ വെട്ടി പോകാനൊന്നുമില്ല. 3 ഇൻറ്റു 20 ഈക്വൽ 60% ആണ് ആൻസർ. ഇതിൽ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ആ സ്റ്റെപ്പിൽ തന്നെ എല്ലാം വെട്ടി അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റാഫി ഏൺസ് 20,000 rupees a month and he spent 6,400 rupees from this on food. What percent of his earnings is this? റാഫിക്ക് 20,000 റുപ്പീസ് ഏർണിങ്സ് ഉണ്ട്. അതിൽ നിന്നും അയാൾ 6,400 ഫുഡിനായിട്ട് ചിലവാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫുഡിന് വേണ്ടി ചിലവാക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? ടോട്ടൽ ഇൻകം ഈക്വൽ 20,000. ഫുഡ് എക്സ്പെൻസ് ഈക്വൽ 6,400. അവിടെ റുപ്പീസ് എന്ന് എഴുതണം കേട്ടോ. 20,000ഉം 6,400ൻ്റെ അടുത്ത് റുപ്പീസ് എന്ന് എഴുതണം. പെർസെൻറ്റേജ് ഓഫ് എക്സ്പെൻസ് ഓൺ ഫുഡ് ഈക്വൽ ഫുഡ് എക്സ്പെൻസ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ഫുഡ് എക്സ്പെൻസ് എത്രയാണ്? 6,400 ബൈ ടോട്ടൽ ഇൻകം എത്രയാണ്? 20,000 ഇൻറ്റു 100. ഇതിൽ 20,000ലെ 2 zeros-ഉം 100ലെ 2 zeros-ഉം വെട്ടിപ്പോകും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 6,400 ബൈ 200. ഇതിൽ 6,400ലെ 2 zeros-ഉം 200ലെ 2 zeros-ഉം വെട്ടിപ്പോകും. അപ്പോൾ അവിടെ 64/2. ഇനി 64ഉം 2ഉം 2ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 2 is 2. അപ്പോൾ 2 വെട്ടി അവിടെ 1 എഴുതുക. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 എന്ന് കിട്ടും. അപ്പോൾ 64 വെട്ടി 32 എഴുതുക. ഇനി വെട്ടിപ്പോകാനൊന്നുമില്ല. അപ്പോൾ ആൻസർ 32%. തേർഡ് ക്വസ്റ്റ്യൻ, ജമീല സാലറി വാസ് 20,000 rupees ലാസ്റ്റ് മന്ത് ആൻഡ് 21,000 rupees ദിസ് മന്ത്. ബൈ വാട്ട് പെർസെൻറ്റ് ഹാസ് ദ സാലറി ഇൻക്രീസ്ഡ്? അപ്പോൾ ജമീലയുടെ കഴിഞ്ഞ മാസത്തെ സാലറി 20,000 ആണ്. ഈ മാസം അത് 21,000 rupees ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടിയ സാലറിയുടെ പെർസെൻറ്റേജാണ് കാണേണ്ടത്. ആൻസർ നമുക്ക് എഴുതാം. ലാസ്റ്റ് മന്ത് സാലറി ഈക്വൽ 20,000 rupees.
ദിസ് മന്ത് സാലറി ഈക്വൽ 21,000 റുപ്പീസ്. ഇൻക്രീസ് ഇൻ സാലറി ഈക്വൽ 21,000 മൈനസ് 20,000 ഈക്വൽ 1,000 റുപ്പീസ്. അപ്പോൾ 1,000 റുപ്പീസാണ് കൂടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് കാണുക. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ്ഡ് സാലറി ഈക്വൽ ഇൻക്രീസ് ഇൻ സാലറി ബൈ ലാസ്റ്റ് മന്ത് സാലറി ഇൻറ്റു 100. ഇൻക്രീസ് എത്രയാണ്? 1,000 റുപ്പീസ് അല്ലേ? അപ്പോൾ 1,000 ബൈ ലാസ്റ്റ് മന്ത് സാലറി എത്രയാണ്? 20,000 ഇൻറ്റു 100. ഇതിൽ 1,000-ൻ്റെ 3 zeros-ഉം 20,000-ൻ്റെ 3 zeros-ഉം വെട്ടിപ്പോകും. അപ്പോൾ 1/2 ഇൻറ്റു 100. ഇനി 20-യുടെ 1 zeroയും 100-ലെ 1 zeroയും വെട്ടിപ്പോകും. അപ്പോൾ 10/2. ഇനി 10-ഉം 2-ഉം 5-ൻ്റെ ടേബിൾ 2-ൻ്റെ ടേബിളിൽ വരും അല്ലേ? 1 2 is 2, പിന്നെ 5 2s are 10. പിന്നെ വെട്ടിപ്പോകാനൊന്നുമില്ല. അപ്പോൾ ആൻസർ 5%. അടുത്തത് 4th ക്വസ്റ്റ്യൻ. ഓഫ് 600 grams ഓഫ് ഷുഗർ 500 gram ഈസ് യൂസ്ഡ് അപ്പ്. വാട്ട് പെർസെൻറ്റ് ഈസ് ലെഫ്റ്റ്? 600 grams ഓഫ് ഷുഗർ ഉണ്ടായിരുന്നു, അതിൽ 500 grams ഉപയോഗിച്ചു. ഇനി ബാക്കി എത്ര എമൗണ്ട് ഓഫ് ഷുഗർ ഉണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: ടോട്ടൽ എമൗണ്ട് ഓഫ് ഷുഗർ ഈക്വൽ 600 gram. എമൗണ്ട് ഓഫ് ഷുഗർ യൂസ്ഡ് 500 gram. റിമൈനിങ് ഷുഗർ ഈക്വൽ 600 മൈനസ് 500 ഈക്വൽ 100 gram. പെർസെൻറ്റേജ് ഓഫ് റിമൈനിങ് ഷുഗർ, അപ്പോൾ ഇനിയുള്ള ഷുഗറിൻ്റെ ബാക്കിയുള്ള ഷുഗറിൻ്റെ പെർസെൻറ്റേജ് ഈക്വൽ റിമൈനിങ് ഷുഗർ ബൈ ടോട്ടൽ എമൗണ്ട് ഓഫ് ഷുഗർ ഇൻറ്റു 100. റിമൈനിങ് ഷുഗർ എത്രയാണ്? 100 ബൈ ടോട്ടൽ എമൗണ്ട് ഓഫ് ഷുഗർ 600 ഇൻറ്റു 100. 600-ലെ 2 zeros-ഉം 100-ൻ്റെ 2 zeros-ഉം വെട്ടിപ്പോകും. അപ്പോൾ 100/6 എന്ന് കിട്ടും. ഇതിൽ 2 കൊണ്ട് നമുക്ക് 100-നെയും 6-നെയും വെട്ടാം. അപ്പോൾ 3 2s are 6. അപ്പോൾ 6-നെ വെട്ടി അവിടെ 3 എഴുതുക. 100-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. അപ്പോൾ 100 വെട്ടി അവിടെ 50 എഴുതുക. 50/3. ഇതിൽ 3 കൊണ്ട് 50-യെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ കോഷ്യൻ്റ് എത്ര കിട്ടും? 16. റിമൈൻഡർ 2. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എഴുതാം? 16 2/3%. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ എടുത്തെഴുതേണ്ടത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? എപ്പോഴും കോഷ്യൻ്റ് സൈഡിൽ എഴുതുക, റിമൈൻഡർ മുകളിലും, ബൈ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് താഴെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 16 2/3%. 5th ക്വസ്റ്റ്യൻ. ദ സൈഡ് ഓഫ് എ square are increased by 10% to make a larger square. By what percent is the area increased? അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് 10% വെച്ച് ഇൻക്രീസ് ചെയ്ത് നമുക്കൊരു വലിയ സ്ക്വയർ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ആ സ്ക്വയറിന് ഏരിയ ഇൻക്രീസ് ആയിരിക്കുമല്ലോ, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അളവുകളും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു സ്മോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡിന് 10 cm എന്ന് കൊടുത്ത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ലെറ്റ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈക്വൽ 10 cm. അപ്പോൾ 10 cm ആണ് ഒരു സൈഡെങ്കിൽ ആ സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഏരിയ ഈക്വൽ സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലോ. അപ്പോൾ 10 cm ഇൻറ്റു 10 cm, ആൻസർ 100 cm² എന്നാണ്. സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് 100 cm² കിട്ടി. ഇനി സൈഡ്സ് ഓഫ് എ സ്ക്വയർ ഇൻക്രീസ്ഡ് ബൈ 10%. അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ആ സ്മോൾ സ്ക്വയറിൻ്റെ ഓരോ സൈഡും 10% വെച്ച് ഇൻക്രീസ് ചെയ്താൽ അപ്പോൾ നമുക്കറിയാം ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100 ആണ്. അങ്ങനെയാണെങ്കിൽ 10% ഇൻക്രീസ് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? 100% പ്ലസ് 10%. അപ്പോൾ നമുക്ക് 110% എന്ന് കിട്ടും അല്ലേ? ഈക്വൽ 110/100. ഇനി നമുക്ക് സൈഡ്സ് ഓഫ് ലാർജ് സ്ക്വയർ അതിൻ്റെ സൈഡ് എത്രയെന്ന് എങ്ങനെ കാണാം?
നമുക്കറിയാം നമ്മൾ ഇവിടെ സ്മോൾ സ്ക്വയറിന് 10 സെൻറ്റിമീറ്റർ എന്നാണ് സൈഡ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ 10 എഴുതുക. 10 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്തത് അത് എഴുതുക. 110/100. 100ൽ ഒരു സീറോയും 110ൽ ഒരു സീറോയും വെട്ടിപ്പോകും. അപ്പോൾ താഴെ 10 എന്ന് കിട്ടും അല്ലേ. ആ 10ഉം മുകളിലുള്ള 10ൻ്റെ ഒരു സീറോയും വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് 11 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത് ലാർജ് സ്ക്വയറിൻ്റെ സൈഡ്. ഇനി ആ ലാർജ് സ്ക്വയറിൻ്റെ ഏരിയ കാണുക. ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ ഈക്വൽ 11 സെൻറ്റിമീറ്റർ ഇൻറ്റു 11 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയാണ് 121 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയ അറിയാം 100, ലാർജ് സ്ക്വയറിൻ്റെത് 121 അറിയാം. ഇനി എത്രയാണ് ഇൻക്രീസ് ആയതപ്പോൾ ഇൻക്രീസ്ഡ് ഏരിയ ഈക്വൽ 121 മൈനസ് 100 ഈക്വൽ 21 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര പെർസെൻറ്റേജ് ആണ്? പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ്ഡ് ഏരിയ ഈക്വൽ 21/100 ഇൻറ്റു 100. 21 എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻക്രീസ് ആയ ഏരിയയാണ്. ബൈ താഴെ ഏത് 100 ആണ്? നമ്മൾ ആദ്യം ഒരു സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചില്ലേ, അതാണ്. ഇൻറ്റു പെർസെൻറ്റേജ് കാണാൻ എപ്പോഴും ഒരു 100 ഇടുക അല്ലേ. അപ്പോൾ ആ 2 100ഉം വെട്ടിപ്പോകും. അപ്പോൾ ആൻസർ 21%. 6th question. Ajay's salary is 25% more than Vijay's salary. By what percent of Ajay's salary is Vijay's salary less? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അജയൻ്റെ സാലറി എന്ന് പറയുന്നത് വിജയനെക്കാട്ടിലും 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വിജയന് അജയനെക്കാട്ടിലും എത്ര പെർസെൻറ്റേജ് കുറവായിരിക്കും സാലറി എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ എങ്ങനെ എഴുതാം? അജയൻ സാലറി ഈസ് മോർ ദാൻ 25% ഓഫ് വിജയൻ സാലറി അല്ലേ. വിജയൻ്റെ സാലറിക്കാട്ടിലും 25% കൂടുതലാണ് അജയൻ്റെ സാലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? അജയൻ സാലറി ഈക്വൽ 100% പ്ലസ് 25%. അപ്പോൾ 125% ഈക്വൽ 125/100. ഇതാണ് അജയൻ്റെ സാലറി. അങ്ങനെയാണെങ്കിൽ വിജയൻ സാലറിയോ? വിജയൻ സാലറി ഈക്വൽ ഇതിനെ നമ്മൾ നേരെ തിരിച്ചെഴുതിയാൽ മതി. 100/125 അല്ലേ. അടുത്തത് ഇതിൻ്റെ പെർസെൻറ്റേജ് കാണാം. വിജയൻ്റെ സാലറിയുടെ പെർസെൻറ്റേജ് ഓഫ് വിജയൻസ് സാലറി ഈക്വൽ 100/125 ഇൻറ്റു 100. അപ്പോൾ 125 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അപ്പോൾ അത് വെട്ടി അവിടെ 25 എഴുതുക. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. അപ്പോൾ 100 വെട്ടി 20 എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതാം? 100/25 ഇൻറ്റു 20. ഇതിലെ 25ഉം 20 വീണ്ടും 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 5s are 25. അപ്പോൾ അവിടെ 25നെ വെട്ടി 5 എഴുതുക. 20യെ വെട്ടിയിട്ട് 4 എഴുതുക. 4 5s are 20. ഇനി അത് വീണ്ടും എടുത്തെഴുതാം. 100/5 ഇൻറ്റു 4. ഇതിൽ 100നെയും 5നെയും 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 5 is 5. അപ്പോൾ 5നെ വെട്ടി 1 എഴുതുക. 100നെ വെട്ടി 20 എഴുതുക. അപ്പോൾ ഇനി താഴെയൊന്നുമില്ല, മുകളിൽ 20 ഇൻറ്റു 4. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80%. അപ്പോൾ വിജയൻ സാലറി നമുക്കറിയാം 80% അത് കിട്ടി. അങ്ങനെയാണെങ്കിൽ അജയനെക്കാട്ടിലും എത്ര പെർസെൻറ്റേജ് കുറവാണ് ഈ വിജയന്? 100 ആവണമെങ്കിൽ ഇനി ഒരു 20 കൂടെ വേണ്ടേ. അപ്പോൾ 20% ആണ് ഇവിടെ ലെസ്. സോ വിജയൻ സാലറി ഈസ് 20% ലെസ് ദാൻ അജയൻ സാലറി. ഇതോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.